തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേട് വിവാദത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ല. കേസെടുക്കാനുള്ള തെളിവുകളോ രേഖകളോ ഇല്ല എന്ന് പറയുകയാണ് പോലീസ്. പരാതി നൽകിയ കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപനെ ഇക്കാര്യം പോലീസ് അറിയിക്കുകയും ചെയ്തു. കോടതിയെ സമീപിക്കുമെന്നാണ് ടി.എൻ. പ്രതാപന്റെ പ്രതികരണം. സൂരജ് സജ്ജ വാർത്തയുടെ ഒരു ചേരുന്നുണ്ട്. സൂരജ്, അതിൽ എവിഡന്റായി ഈ പറയുന്ന രീതി ഇല്ലാത്ത ഫ്ളാറ്റിൽ ഇല്ലാത്ത അഡ്രസ്സിൽ വ്യാജമായി വോട്ട് ചേർത്തു എന്ന എവിഡന്റായ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനകത്തൊന്നും കേസെടുക്കാൻ ഒരു സ്കോപ്പും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. ഹാഷ്മി, അത് ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനമായും പോലീസ് പരിശോധിച്ചത് സുരേഷ് ഗോപിയുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തതിൽ ക്രമക്കേടുണ്ടോ എന്ന് സംബന്ധിച്ചാണ്. അതിൽ ഇദ്ദേഹം നൽകിയ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ സത്യവാങ്മൂലം, ആ സത്യവാങ്മൂലത്തിലടക്കം പിഴവുകളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു മുൻ എം പി ടി.എൻ. പ്രതാപൻ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിന്മേലാണ് അന്വേഷണം നടന്നിരുന്നത്. ആ പരാതിയിന്മേൽ അന്വേഷണം നടത്തുന്നു. അതിൽ സുരേഷ് ഗോപിയുടെയും കുടുംബാംഗങ്ങളുടെയും വോട്ട് ചേർത്തത് ചട്ടവിരുദ്ധമല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരൻ നൽകിയ പരാതിയിന്മേൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ ഒരു തരത്തിലുള്ള തെളിവോ രേഖകളോ ഇല്ല എന്നുള്ളതാണ് പോലീസ് വിശദീകരിക്കുന്നത്. അതിനാൽ തന്നെ കേസെടുക്കാനാകില്ല, നിലവിൽ ലഭ്യമായ രേഖകൾ വെച്ച് കേസെടുക്കാനാകില്ല എന്ന് തന്നെ ടി.എൻ. പ്രതാപനെ ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിച്ചിരിക്കുന്നു. ഇനി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് എന്നുള്ളതാണ് ടി.എൻ. പ്രതാപൻ ഇത് സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. പക്ഷെ അപ്പോഴും ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടർ പട്ടിക ചേർത്ത വിഷയമടക്കം നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു അന്വേഷണം നടത്തണമെങ്കിൽ അത് നടത്തേണ്ടത് ജില്ലാ കളക്ടറാണ്, പ്രത്യേകിച്ച് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ്. അതിൽ പരാതിക്കാരനായി വരേണ്ടതും ജില്ലാ കളക്ടറാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു സാങ്കേതിക തടസ്സം പോലീസിനെ സംബന്ധിച്ചുണ്ട്. ഇനി കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താനുള്ള നീക്കത്തിലാണ് ടി.എൻ. പ്രതാപനുള്ളത്. ഹാഷ്മി, ഓക്കെ, അന്ന് പരാതി പോയപ്പോൾ തന്നെ സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കുമോ, അല്ലെങ്കിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഒരു ഡ്രൈവറിന്റെ കാര്യം പറയുന്നുണ്ടായിരുന്നത് കൃത്യമായ വ്യാജമായി വോട്ട് ചേർത്ത ഒരു സംഭവമായിരുന്നു. അതടക്കം കേസെടുക്കുന്ന ചോദ്യത്തിന് പോലീസ് എങ്ങനെ ഒന്നും പറയാതിരിക്കുകയായിരുന്നു. ആ സമയത്തൊക്കെ മന്ത്രിമാരൊന്നും പറയാതിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നൊരു കേസൊന്നും എടുക്കത്തില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.